SK മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മുടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങളോട് ആരെങ്കിലും മുടിഞ്ഞു പോട്ടെ എന്ന് ശപിക്കുന്നത് പോലെ പറഞ്ഞാൽ നിങ്ങളത് പോസിറ്റീവായി എടുക്കണമെന്നാണ് ആദ്യമേ പറയാനുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ എന്നാണെങ്കിലും മുടിയും, അതുറപ്പുള്ള കാര്യമാണ്. മുടിയും എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മൾ വീണ്ടും മുടിയാകും എന്നാണ് അർത്ഥം. ജീവജാലങ്ങളെല്ലാം മുടിയാകും. ഈ ഭൂമിയും ഒരിക്കൽ പ്രളയം വന്ന് മുടിയും. പ്രളയം വന്നു കഴിയുമ്പോൾ ഭൂമി കേശവം എന്ന മുടിയാകും. അങ്ങനെ പ്രളയകാലത്ത് കാൽവിരലുണ്ട് കിടക്കുന്ന ഒരു കേശവനെ പുരാണങ്ങൾ വിവരിക്കുമ്പോൾ എന്താണ് ഈ ആലിലിൽ കാൽവിരലുണ്ട് കിടക്കുന്ന ഈ കേശവം? കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും 99.9% പേർക്കും 5 വിരലുകളാണ് ഉള്ളത്. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ പ്രപഞ്ചം. അതാണ് കാൽവിരലുണ്ട് കിടക്കുന്നത്. ഈ ആലിലേക്ക് ഓക്സിജനെ പ്രദാനം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവിടെ ഓക്സിജൻ വന്നു, പഞ്ചഭൂതങ്ങൾ വന്നു. പിന്നെ ജീവന് കാരണമാകുന്ന മുടിയുണ്ട്, എന്ന് വെച്ചാൽ കേശങ്ങളുണ്ട്. ഈ കേശങ്ങളിൽ നിന്നുമാണ് കോശങ്ങൾ ഉണ്ടാകുന്നത്. കോശങ്ങളിൽ നിന്നും അണ്ഡങ്ങൾ ഉണ്ടാകും. അണ്ഡങ്ങളിൽ നിന്നുമാണ് മൃദാണ്ഡങ്ങൾ ഉണ്ടാകുന്നത്. മൃദാണ്ഡങ്ങളിൽ നിന്നാണ് മാർത്താണ്ഡൻ എന്ന സൂര്യൻ ഉണ്ടാകുന്നത്. അപ്പോൾ മൃദാണ്ഡങ്ങളിൽ നിന്ന് സൂര്യൻ ഉണ്ടായതിനു ശേഷമാണ് ജലത്തിൽ കേശം രൂപപ്പെട്ടത്. അങ്ങനെ കേശത്തിൽ നിന്നുമാണ് മനുഷ്യൻ ഈ രൂപത്തിലേക്ക് എത്തിയത്. അനേക കോടി വർഷങ്ങളുടെ പരിണയ പ്രക്രിയയിലൂടെയാണ് അത് സംഭവിച്ചത്. ഈ പരിണയം എന്ന വാക്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഋഗ്വേദമാണ്. വിവാഹം ഒരു പരിണയമാണ്. വിവാഹം ഒരു ശിശുവിനെ നിർമ്മിക്കുവാനുള്ള ലോകജനതയുടെ ഒരു സമ്മതപത്രമാണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന്റെ പേരാണ് പരിണയം. അല്ലാതെയുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധത്തെ പ്രകൃതി അത്ര കണ്ട് സ്വീകരിക്കുന്നില്ല എന്നത് സത്യമായ ഒന്നാണ്. പരിണയ പ്രക്രിയയിലൂടെയാണ് ലോകത്തുള്ള സകല ജീവജാലങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കിയാൽ എവിടെയും നമുക്ക് ഈ മുടിയെ കാണാൻ പറ്റും. കജം എന്ന വാക്കിന് മുടി എന്നാണ് അർത്ഥം. കജത്തിന് വീണ്ടും ജനിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് കജൻ എന്ന ദേവനെ അസുരന്മാർ ഏതൊക്കെ രീതിയിൽ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കജൻ പുനർജനിച്ചിട്ടുണ്ട് എന്ന് ദേവയാനിയുടെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കജത്തിന് പുനർജന്മം ഉണ്ടെങ്കിൽ നമ്മൾ കജമായി അല്ലെങ്കിൽ മുടിയായി തീരും, കേശമായി തീരും. നന്ദി എന്ന് വെച്ചാൽ സ്നേഹപ്രകടനമാണ്. പക്ഷെ നന്ദികേശനെ നാന്തികേശൻ എന്ന് വിളിക്കുവാനുള്ള ബോധം നമുക്കുണ്ടായിട്ടില്ല. കേശം എന്നാൽ മുടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നാന്ദി എന്ന വാക്കിനർത്ഥം തുടക്കം എന്നുമാണ്. തുടക്കം കുറിച്ചു. അപ്പോൾ തുടക്കം മുടിയിൽ നിന്നാണ്. അപ്പോൾ നാന്ദികേശൻ എന്ന് കാളയെയാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ കാർമേഘം എന്ന കറുത്ത തലമുടിയെ വിളിക്കുന്ന പേരാണ് കാളിന്തി എന്നും കറുത്ത കാള എന്നുമെല്ലാം വിളിക്കുന്നത്. അവിടെ ശിവം എന്ന് പറയുന്ന ജീവന്റെ വാഹനം മുടിയിൽ നിന്നുമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നന്ദികേശനെ വരച്ചപ്പോൾ നമ്മളൊരു കാളയെ വരച്ചു. മുടിക്കെട്ടിനെ വരച്ചാലും മതിയായിരുന്നു. അറിവില്ലാതെ ഈ ലോകത്തിന് കാരണമായ ഋഷഭത്തെ കാളയാക്കിയത് ഇവിടുത്തെ ഭക്തിതലത്തിൽ കണ്ടവരാണ്. ഋഷം എന്നാൽ മേഘം എന്നാണ് അർത്ഥം. മേഘം താഴോട്ട് ഒഴുകുമ്പോൾ ഋഷഭം എന്നും പറയും. ഋഷഭം എന്നൊരു രാഗമുണ്ട്. നമ്മൾ മലയാളികൾ കളിയാക്കിക്കൊണ്ട് കാളരാഗം എന്ന് പറയാറുണ്ട്. ഇത് ശരിയല്ല. കാള എന്നതിന് രോഗത്തെ പിന്തുടർന്ന് ചെല്ലുന്നത് എന്നൊരർത്ഥം ശബ്ദധാരാവലിയിലുണ്ട്. അപ്പോൾ ഋഷഭം അമൃതാണ്. ജീവന്റെ നിലനിൽപ്പിന് കാരണമായ ഓക്സിജനാകുന്ന ആലിലയെ തിരിച്ചറിയണം, മൃതത്തെ തിരിച്ചറിയണം. മൃതാണ്ഡമായ മാർത്താണ്ഡൻ എന്ന് പറയുന്ന സൂര്യനെ തിരിച്ചറിയണം. മേഘസമുദ്രത്തിൽ നിന്നാണ് മാർത്താണ്ഡനെ സൃഷ്ടിക്കുന്നത്. ജലസമുദ്രത്തിൽ നിന്നാണ് ജീവനെ സൃഷ്ടിക്കുന്നത്. കുട്ടികളുടെ ആദ്യ മുടിവടിക്കൽ ഒരു വിശേഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ ക്ഷേത്രങ്ങളിൽ പോയി മുടിവടിക്കുന്ന സമ്പ്രദായവുമുണ്ട്. പഴനിയും തിരുപ്പതിയുമൊക്കെ ഉദാഹരണങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ മുടിവടിക്കുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിന് പിന്നിലെ ശാസ്ത്രീയത? പ്രകൃതിയിലേക്ക് ഈ മുടി കൊടുത്തു വിട്ടാൽ എന്താണ് സംഭവിക്കുക? വീണ്ടും ജീവന് കാരണമായ ബീജത്തെ പ്രതിനിധാനം ചെയ്യാൻ അല്ലെങ്കിൽ ബീജമായി മാറാൻ ഈ മുടിക്ക് സാധിക്കും. ഇതിന്റെ ഭാഗമായി ഓരോ മനുഷ്യനും ഓരോ നിശ്ചിത കാലയളവിൽ മുടി ഭഗവാന് സമർപ്പിക്കും. ഈ പണ്ടുകാലങ്ങളിൽ ഇങ്ങനെ കിട്ടുന്ന മുടി കൃഷിയിടങ്ങളിൽ മൂടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്നത് ലോപിച്ചുപോയി. അങ്ങനെയും ഒരു സംസ്കാരം ഉണ്ടായിരുന്നു.
എന്തിനാണ് ഈ മുടി ഭഗവാന് കൊടുക്കുന്നത് എന്നറിഞ്ഞാൽ ജഡ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുടിക്ക് മറ്റെന്തെല്ലാം കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശിവന്റെ ജടയിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ജനിക്കുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഈ മുടി മുകളിലേക്ക് ഉയർത്തിക്കെട്ടുന്നതിന്റെ കാരണം എന്താണ്? മുടി മുകളിലേക്ക് ഉയർത്തിക്കെട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു പഠനം ആവശ്യമാണ്. ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ പോലും ഉരുകിപ്പോവുമെങ്കിലും ആരുടെയും മുടി ഉരുകിപ്പോയിന്നായി കണ്ടിട്ടില്ല. ഈ മുടിയിൽ അടങ്ങിയിരിക്കുന്നത് ജലമാണെന്ന് നാം മനസ്സിലാക്കണം. കാരണം ജലത്തിൽ നിന്നാണ് കേശമുണ്ടായത്. അതുകൊണ്ട് ജലത്തിന്റെ എല്ലാ ഗുണങ്ങളും മുടിക്കുണ്ട്. ജലത്തെ നമുക്ക് ഋഷികേശമായി എടുക്കാം. ഋഷി എന്നത് കാലങ്ങളാണ്. ഋഷികേശത്തിൽ തണുപ്പാണെങ്കിൽ മുടിയും തണുപ്പാണ്. പൊള്ളിയ ഭാഗത്ത് മുടി വെച്ച് പിടിപ്പിച്ച് അവിടെ പുതിയ കോശങ്ങൾ വരുത്തുന്ന ചികിത്സാ സമ്പ്രദായവും പുരാതന കാലത്തുണ്ടായിരുന്നു. പൊള്ളലിന് മുടി ഫലപ്രദമാണെങ്കിൽ ആ മുടിയിൽ അടങ്ങിയിരിക്കുന്നത് ജലാംശമാണെന്നും ആ ജലത്തിലാണ് ജീവന്റെ ലയനം എന്നുള്ളതും ആ ജീവന്റെ ലയനത്തിൽ നിന്നാണ് മുടി ജനിച്ചതെന്നും തിരിച്ചും മറിച്ചും ചിന്തിച്ചാലും ജലവും മുടിയും ഒന്നാണെന്നും അതുകൊണ്ട് തന്നെ നീ മുടിഞ്ഞു പോട്ടെ എന്ന് കേട്ടാൽ നമ്മൾ ചിന്തിക്കേണ്ടത് പുനർജന്മം എന്ന വാക്കിനെയാണെന്നും പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ രൂപം കിട്ടിക്കാണും എന്തിനാണ് മുടി ദാനം ചെയ്യുന്ന പ്രക്രിയയുടെ അർത്ഥം എന്നത്. ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്യുന്ന ഒരു കർമ്മവും ഇന്നുണ്ട് എന്നും അറിയുക. ഇത് ഗുരു അനിൽജിയിൽ നിന്ന് പറഞ്ഞു കിട്ടിയാണ്. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.